ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഗോത്ര സമുദായം, ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, ഗോത്ര സമുദായം. അപ്പോൾ ഈ ഗോത്രം എന്ന് പറയുന്ന വാക്ക് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വാക്കാണ്. ഗോത്രം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണെന്ന് മനസ്സിലാക്കുക. ആദിവാസികളെന്ന് എന്തുകൊണ്ട് അവരെ വിളിക്കുന്നത്? വളരെ പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ അധിവസിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ടാണ് നമ്മൾ അവരെ ആദിവാസികൾ എന്ന പേരിൽ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിപ്രാചീനമായിട്ടുള്ള സമുദായത്തെയാണ് നമ്മൾ ഗോത്രവർഗം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ആദിവാസികളെന്നും അവരെ വിളിക്കാറുണ്ട് അല്ലേ. കൊളോണിയൽ കാലഘട്ടത്തിലാണ് ട്രൈബ്, ഗോത്രവർഗം എന്ന പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഈ ഗോത്രം എന്ന് പറയുന്ന വാക്ക് വളരെ മോഡേൺ ടേമാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളെയാണ് ഗോത്ര സമുദായം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോത്രവർഗം എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1881 സെൻസസിലാണ് ട്രൈബ്, ഗോത്രം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? ഇനി ഇന്ത്യയിലെ ആദിവാസികളെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ആദിവാസി ജനവിഭാഗത്തിൻ്റെ 85% മധ്യ ഇന്ത്യയിലാണ്, സെൻട്രൽ ഇന്ത്യയിലാണ് 85% വരുന്ന ആദിവാസികൾ താമസിക്കുന്നത്. എന്നാൽ ആദിവാസികളിൽ 11% വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. മനസ്സിലായോ? അപ്പം നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യയിലെ 11% ആദിവാസികളും താമസിക്കുന്നത്. 85% ആദിവാസി വിഭാഗത്തിൻ്റെ 85% അധിവസിക്കുന്നത് മധ്യ ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 60% മുതൽ 95% വരെ ആരാണ്? ആദിവാസികളാണ്. അപ്പം നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലും ആദിവാസികളാണ് അവരുടെ ജനസംഖ്യയിൽ 60%-ലേറെ, പ്രത്യേകിച്ച് 95% വരെ ആദിവാസികളുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. മനസ്സിലായോ? എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, ഗോത്രവർഗത്തിൻ്റെ സ്ഥിരം സവിശേഷതകൾ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. ഇന്ത്യയിലെ ആദിവാസികളുടെ ഗോത്രവർഗത്തിൻ്റെ സ്ഥിരം സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദിവാസികളുടെ സ്ഥിരം സവിശേഷതകൾ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. ഒന്ന് പ്രദേശമാണ്. അവരുടെ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദിവാസി വിഭാഗത്തിൻ്റെ ജനസംഖ്യയിൽ 85% മധ്യ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗോത്രവർഗത്തിൻ്റെ ആദിവാസി വിഭാഗത്തിൻ്റെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ 85% മധ്യ ഇന്ത്യയിലാണ് അധിവസിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ആദിവാസിയിലെ 11% നോർത്ത് ഈസ്റ്റിലാണ്, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് 11% ഇന്ത്യയിലെ ആദിവാസികൾ അധിവസിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ 60% മുതൽ 95% വരെ ആദിവാസികളാണ് അവരുടെ ജനസംഖ്യയിലുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ മധ്യ ഇന്ത്യയിലാണ് 85% ആദിവാസികളും 11% നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ ഈ പലപ്പോഴും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 60% മുതൽ 95% വരെ അവരുടെ ജനസംഖ്യയിൽ ആരാണ്? ആദിവാസികളാണ്, ഗോത്രവർഗ്ഗക്കാരാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് പ്രദേശത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സവിശേഷത. ഓക്കെ, ഇന്ത്യയിലെ ആദിവാസികളുടെ സ്ഥിരം സവിശേഷതയിൽ ഒന്നാമത്തത് പ്രദേശമാണ്. രണ്ടാമത്തത് പാരിസ്ഥിതിക അധിവാസ മേഖലകൾ. അവരുടെ പരിസ്ഥിതി, അവർ ജീവിക്കുന്ന പരിസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദിവാസികളിൽ ചില വിഭാഗങ്ങൾ മലനിരകളിലാണ് താമസിക്കുന്നത്, ചിലർ വനങ്ങളിൽ താമസിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഗ്രാമീണ സമതല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, നഗരത്തിലെ വ്യവസായ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പം നഗരത്തിൽ ജീവിക്കുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാരുണ്ട്, ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, വനമേഖലയിൽ ജീവിക്കുന്നവരുണ്ട്, മലനിരകളിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങളൊക്കെ ഇന്ത്യയിൽ കാണാൻ പറ്റുന്നതാണ്. ഇത് അവരുടെ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരുടെ രണ്ടാമത്തെ സവിശേഷതയാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ സ്ഥിരം സവിശേഷത പറയുമ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരെ നമുക്ക് 4 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ. ഗോത്രവർഗ്ഗക്കാരെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഇൻഡോ ആര്യൻ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. 2, ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അതായത് മലയാളം, തമിഴ്, തെലുങ്ക് അല്ലേ, കന്നഡ പോലുള്ള ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ആസ്ട്രിക് ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്. ടിബറ്റോ ബർമൻ ഭാഷ വിഭാഗം സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഭാഷ സംസാരിക്കുന്ന ആദിവാസി വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവരുടെ 4ാമത്തെ സ്ഥിരം സവിശേഷത ഭാഷയാണ്. ഇനി ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥിരം സവിശേഷത പറയുമ്പോൾ 4ാമത്തെ കാര്യം
വംശീയവും ശാരീരികവുമായ പ്രത്യേകതകൾ. അപ്പോൾ ഇന്ത്യയിലെ ആദിവാസികളുടെ അവരുടെ ശാരീരിക ഘടന, അവരുടെ വംശീയ സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുണ്ട്, ആസ്ട്രലോയിഡ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മംഗളോയിഡുകളുണ്ട്, ദ്രവീഡിയൻ വിഭാഗക്കാരുണ്ട്, ആര്യന്മാരുണ്ട്. ഇങ്ങനെ 5 വംശങ്ങളായിട്ട് ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങളെ ഗോത്രവർഗത്തെ തരംതിരിക്കാൻ പറ്റും. ആരൊക്കെയാണ്? നെഗ്രിറ്റോ, ആസ്ട്രലോയിഡ്, മംഗളോയിഡ്, ദ്രവീഡിയൻ, ആര്യൻ, ഇങ്ങനെ പല വിഭാഗങ്ങൾ ആദിവാസികൾക്കിടയിൽ, പല വംശീയ വിഭാഗങ്ങൾ ഇന്ത്യയിലെ ഗോത്ര വിഭാഗത്തിൻ്റെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദിവാസികളെ നോക്കുമ്പോൾ ഗോണ്ടുകൾ, ബില്ലുകൾ, സാന്താളുകൾ, ഒറാവോൺ, മിനാസ്, ബോഡോകൾ, മുണ്ടകൾ ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആദിവാസി വിഭാഗങ്ങൾ എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് ഇന്ത്യയിലെ ആദിവാസികളുടെ സ്ഥിരം സവിശേഷതകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥിരം സവിശേഷതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ആർജിത സവിശേഷതകൾ, അവർ നേടിയെടുത്ത ചില സവിശേഷതകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ഉപജീവന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരെ, ഇന്ത്യയിലെ ആദിവാസികളെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ആദിവാസികളിൽ മീൻപിടുത്തക്കാരുണ്ട്, നായാട്ടുകാരുണ്ട്, സ്ഥലം മാറ്റ കർഷകരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, വ്യവസായ തൊഴിലാളികളുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങൾ ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉപജീവന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല വിഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഇന്ത്യയിലെ ആദിവാസികളിൽ ചിലർ സ്വാംശീകരണത്തിലൂടെ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ചില ആദിവാസികൾ ഹിന്ദു മതക്കാരുമായിട്ട് പരസ്പരം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അവർ ഹിന്ദുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു മതത്തിലേക്ക് അവർ പോയപ്പോൾ അവർക്ക് താഴ്ന്ന ജാതിക്കാരുടെ സ്ഥാനമാണ് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ചില ആദിവാസികൾ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഹിന്ദു മതത്തിൽ അവർക്ക് താഴ്ന്ന ജാതിക്കാരുടെ സ്ഥാനമാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ പ്രത്യേകത, ഇന്ത്യയിലെ ആദിവാസികളിൽ ചിലർ ഹിന്ദു മതത്തിനെതിരാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാഗാലാൻഡിലെ ആദിവാസികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില ആദിവാസികൾ ഹിന്ദുക്കളല്ല, അവർ ഹിന്ദു മതത്തിന് എതിരായിട്ടുള്ളവരാണ്. നാഗാലാൻഡിലെ ആദിവാസികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദിവാസികളുടെ ആർജിത സവിശേഷതകൾ ചോദിച്ചാൽ ഒന്നാമത്തത്, ഉപജീവന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല തൊഴിൽ ചെയ്യുന്നവരുണ്ട്. മീൻപിടുത്തക്കാരുണ്ട്, നായാട്ടുകാരുണ്ട്, സ്ഥലം മാറ്റ കർഷകരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, വ്യവസായ തൊഴിലാളികളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഇന്ത്യയിലെ ആദിവാസികളിൽ ചിലർ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായി അവർ മാറിയപ്പോൾ അവർക്ക് താഴ്ന്ന ജാതിക്കാരുടെ സ്ഥാനം കിട്ടിയത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദിവാസികളിൽ ചിലർ ഹിന്ദു മതത്തിനെതിരാണ്. പ്രത്യേകിച്ച് നാഗാലാൻഡിലെ ആദിവാസികളിൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളാണെന്ന് ഓർക്കുക. ക്ലിയർ ആണല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ദേശീയ വികസനം ഗോത്ര വികസനത്തിന് എതിരെ. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വികസനം ഗോത്ര വികസനത്തിനെതിരാണോ? അല്ലേ, രാജ്യത്തിൻ്റെ വികസനം ഇന്ത്യയിലെ ആദിവാസികൾക്ക് എതിരാണോ എന്നാണ് ആ ചോദ്യം. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വന്നത് ആദിവാസികൾക്കാണ്. നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ ആദിവാസികൾ വികസനത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു ജനവിഭാഗമാണെന്ന് മനസ്സിലാക്കുക. നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ധാരാളം വലിയ ഫാക്ടറികളും സ്റ്റീൽ ഫാക്ടറികൾ, ഡാമുകൾ ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഈ സ്റ്റീൽ ഫാക്ടറികളും ഖനികളും അതുപോലെ തന്നെ ഡാമുകളൊക്കെ നിർമ്മിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇതൊക്കെ വന്നത് ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിലാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഇത്തരം വികസന പദ്ധതികൾ ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആദിവാസികൾക്ക് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അപ്പോൾ നെഹ്റുവിൻ്റെ ഭരണകാലം മുതൽ തന്നെ ഇന്ത്യയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നു. സ്റ്റീൽ ഫാക്ടറികൾ വന്നു, ഡാമുകൾ നിർമ്മിക്കപ്പെട്ടു, ഖനികൾ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഈ ഖനികളും ഡാമുകളും സ്റ്റീൽ ഫാക്ടറികളൊക്കെ വന്ന സമയത്ത് അത് മിക്കവാറും വന്നത് ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിലാണ്. അവിടെയാണ് ധാരാളം വനവിഭവങ്ങളും ധാതുക്കളൊക്കെ ലഭ്യമായ സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് അവിടെ ഈ ഫാക്ടറികളും ഖനികളൊക്കെ വന്നത്. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആദിവാസികൾ താമസിക്കുന്ന ഈ ഏരിയയിൽ ഈ വികസന പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ആദിവാസികൾ അവർ അവിടുന്ന് കുടിയൊഴിപ്പിക്കുകയും അങ്ങനെ ആദിവാസികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിൽ വന്നപ്പോൾ, ഫാക്ടറികളൊക്കെ വന്നപ്പോൾ പുറത്തു നിന്നുള്ള കുടിയേറ്റക്കാർ ജോലിക്കായിട്ടും മറ്റൊക്കെ ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിലേക്ക്
ഈ ഇങ്ങനെയുള്ള ആളുകളുടെ പുറത്തുനിന്നുള്ള ആളുകളുടെ കുടിയേറ്റം കൂടി. അങ്ങനെ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ആദിവാസികളുടെ സ്വസ്ഥത എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികളും കുടിയേറ്റക്കാരൊക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ അത് കാരണമായി എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം കൊണ്ട് ആദിവാസികൾക്കുണ്ടായ 2 ബുദ്ധിമുട്ടുകൾ, ഒന്ന് ഭൂമിയും ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു, മറ്റൊന്ന് ആദിവാസികൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പുറത്തുനിന്നുള്ളവരുടെ കുടിയേറ്റം കൂടി അത് ആദിവാസികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.